പിന്നെ പാട്ടിയുടെ ഒറ്റയ്ക്ക് തന്നെ. ஏன் லைட் போடல? ஏண்டா லைட்ட போட்ட? அவன் கொஞ்ச நாள் இருட்டுல உட்கார்ந்துருந்தான்னா மனசுக்கு நிம்மதியா இருக்கும். அது எங்க உனக்கு தெரிய போறது? மணியண்ணாவுக்கு காஃபி. காஃபியா? இப்ப டைம் என்னாச்சு தெரியுமா? 7:30. இந்த டைம்ல யாராவது காஃபி சாப்பிடுவாங்களா? பாட்டி, ஒரு குப்பி ஐஸ் வாட்டர், 2 கிளாஸ். நாங்க அந்த லோன்ல இருக்கோம். Well, my dear students, now I will introduce myself. I am Ramanathan, your professor, and I will teach you architectural engineering. You know, this is a professional college. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക പ്രൊഫഷനെ ലാക്കാക്കിയുള്ള വിഷയമാണ്. Stop, 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 stop. ഗിരിപ്രഭാഷണം കഴിഞ്ഞെങ്കിൽ സാർ കുറച്ചോണ്ട് മാറിന്നേ. രാമു, എന്തായി കാണിക്കുന്നത്? ഈ കൊച്ചുങ്ങളെ ഞങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. അല്ലെങ്കിൽ സീനിയേഴ്സിനെ കാണുമ്പോൾ ഇവറ്റേക്ക് ഒരു വിലയുണ്ടാവില്ല. ഗണേഷ്, പ്ലീസ് ആ കസേരയിൽ എങ്ങാനും പോയിരുന്ന ചെറിയ റെസ്റ്റ് എടുക്കും പ്രൊഫസറെ. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇതൊരു ക്ലാസ് റൂം അല്ലേ? പ്ലീസ് സാർ ഒരു കാര്യം ചെയ്യും. കണ്ടു നിൽക്കാൻ വിഷമാണെങ്കിൽ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയിച്ചു വാ. നിന്ന് ചിണങ്ങാതെ കാര്യത്തിലേക്ക് കിടക്കടാ. എഴുന്നേക്കടാ. എന്താ വള നിന്റെ പേര്? ശ്യാം. ശ്യാമ സുന്ദര പുഷ്പമേ, കയറുന്നില്ലടാ ബെഞ്ചില്. കയറാൻ. നിന്റെ പേരോ? വിഷ്ണുനാരായണൻ നമ്പൂതിരി. നിനക്കെന്താ ദിക്കുണ്ടോ? കുടുംബം മുറിച്ചിട്ട് എത്രയായി തിരുമേനി? ഉപനയനം കഴിഞ്ഞ് മുറിച്ചു. വേണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ കുടുംബം വെച്ച് നടക്കുന്ന ഒരു പുതിയ ഫാഷനായേനെ. കുടുംബം മാത്രം പോരാ, പൂണൂലും വെളിയിൽ കാണണം. ഈ ഷർട്ട് അതിനൊരു തടസ്സം അല്ലേ എളിയാ? ഇനി ഒരു ഓലക്കൂടെയും മെതിയും കൂടെ ആയ സംഗതി ക്ലീൻ. ഉപദ്രവിക്കരുത്, അപമാനിക്കരുത്. ഞാൻ പാവാണെന്ന് ഞങ്ങൾക്കൂടെ ഒന്ന് ബോധ്യമാണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ ബെഞ്ചിന്റെ മുകളിൽ കയറി ബാബൊത്തി ഒന്ന് ഓച്ചാനിച്ച് നിന്നേ കാണട്ടെ. കയറ പാട്ട തമ്പൂരി. ശബ്ദം പുറത്ത് കേൾക്കരുത്. ക്ലാസ്സിലിട്ടെങ്ങാനും പെടുത്തു കളയൂടാ. നിന്റെ പേരെന്താ? രാജു വിശ്വം. ഇവനാ റാങ്കുകാരൻ. പത്രത്തിൽ പടം വന്നത് കണ്ടിട്ടില്ലേ? ഓ, രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവ പ്രതിഭ. എത്ര മുടക്കടാ റാങ്ക് ഒപ്പിച്ചെടുക്കാൻ? ഓൾ ഇന്ത്യ റാങ്കനാണ്. അപ്പൊ ഇവനാള് VIP ആണല്ലോ. ഇവനെ വെറുതെ വിട്ടാ പറ്റൂല. VIP ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം, അല്ലേ? മോശം. Please boys, please, please. Come on boys, please, for heaven's sake, please behave yourself. ക്ലാസ് ടൈമിൽ ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമല്ലേ? ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവരെ പരിചയപ്പെടാമല്ലോ. അത്രയെങ്കിലും ഡിസിപ്ലിൻ നമുക്ക് വേണ്ടേ? Please boys, I plead to you.
നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു പോകണം. ഐ ബെഗ് യു ബൈ ബോയ്സ്, പ്ലീസ്. പ്രിൻസി കാല് പിടിക്കുന്നല്ലേ, എന്തോ വേണം? തൽക്കാലം ഇറങ്ങി കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും അനുസരണശീലമുള്ള നല്ലൊരു പ്രിൻസി അല്ലേ. പീക്കിരി പിള്ളേരെ മുമ്പ് ചുമപ്പിച്ചിന്റെ വെയിറ്റ് കളയണ്ട. രാമു പറഞ്ഞാൽ പിന്നെ ഞാൻ കപ്പിയിലില്ല. എന്നാ വാ പോവാം. വാ. Sit down, please. Sit down. Mr. Ramanathan, carry on. എന്താടാ ബഹളം? ആ അയ്യോ, നമ്മളെ ബാച്ചിലെ വിഷ്ണുനാരായണ നമ്പൂരിയല്ലേ അത്? ഈശ്വര, അടുത്ത ഒഴിവ് ഇനി ആരുടേതാണോ? ആരുടേതായാലെന്താ? ഒരിക്കലും ഒരാളെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കരുത്. സീനിയേഴ്സ് 5 പേര് വന്നാൽ നമ്മളൊരു 10 പേര് മുന്നിൽ നിന്ന് കവർ ചെയ്യണം. അത്ര തന്നെ. അല്ലാണ്ട് ഈ വക വൃത്തികേടൊന്നും മഴങ്ങാൻ വയ്യ. പറയാൻ എളുപ്പമാണ് രാജു, പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനും ചങ്കുറപ്പ് വേണമെന്ന് മാത്രം. ഒരു പരിധി വരെയുള്ള റാഗിംഗ് ഒക്കെ ഓക്കെ, സഹകരിക്കാം. പക്ഷെ ഇത് അതിനപ്പുറമാണ്. വിഷ്ണു വളരെ പാവമായി പോയി. സീനിയേഴ്സ് എന്ന് പറയുമ്പോ ജൂനിയേഴ്സിനെല്ലാം പേടി. എന്തിനാണാവോ? ഇങ്ങോട്ട് വന്നാൽ അതേപോലെ അങ്ങോട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നല്ലാതെ ഒരെണ്ണത്തിനെങ്കിലും ഗട്സ് വേണ്ടേ അപ്പ? പഠിത്തം തുടങ്ങിയതേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതുകൊണ്ട് സമയം പോകാൻ ഒരു പ്രയാസവും ഇല്ല. ഐ എം ഹാപ്പി അപ്പ. കഴിഞ്ഞ ഒരാഴ്ചത്തെ റീഡിംഗ് സ്റ്റഡിയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ഹെൽത്തും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടറെ. ചിരിച്ചും കൊണ്ടേ ഓപ്പറേഷൻ പോകാവുന്ന രാജമോഹന്റെ ഓർഡർ ഉണ്ട്. കുഞ്ഞാലിക്ക അത് തെറ്റിക്കൂല. ധൈര്യമായിട്ട് കത്തിവെച്ചു. Post him for surgery on next Saturday. യെസ് ഡോക്ടർ. പിന്നെ കാണാ. ഡാടാ നില്ല്. നിന്റെ പേരെന്താ? വർഗീസ് മാത്യു. നീ ഇന്നലെ ബീച്ചിൽ വെച്ച് കണ്ട അലവലാദീസിന്റെ കൂടെ ചെത്തി നടക്കുമ്പോ ഞങ്ങളെ കണ്ട കണ്ണി പിടിക്കില്ല അല്ലടാ? സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലാവാഞ്ഞിട്ടാ. അല്ലാണ്ട് ആഹാ, സീനിയേഴ്സിനെ കണ്ടാ നിനക്ക് മനസ്സിലാവൂല അല്ലേ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പലതും മനസ്സിലാവാണ്ട് പോകും. മുണ്ടിന്റെ മടിക്കുത്തഴിക്കാനായിരുന്നല്ലോ മടി. ഈ പാന്റ് അടിച്ച് തോളിലിട്ടുണ്ട് ഇവരുടെ മുന്നിൽ കൂടെ നടന്ന ഹോസ്റ്റൽ വരെ പോകുമ്പോഴേക്കും മടിയൊക്കെ താനെ മാറും. ഉരുട കളസം. അയ്യോ ഞാൻ പ്ലീസ്. അവനിപ്പോ സമ്മതമില്ലെങ്കിലോ? നിന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ല. വിളിക്കണ്ട. വർഗീസ് എന്റെ റൂംമേറ്റും ക്ലാസ്മേറ്റും ആണ്. അവനെ പരസ്യമായി അവമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അയ്യോ, കണ്ടു നിൽക്കാൻ പറ്റില്ലെന്ന്. ചുണ്ടി നമ്മിഞ്ഞയുടെ മണം മാറിയിട്ട് വാടാ ചെറുക്ക. ഇപ്പൊ മോൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് പുല്ലാണ്ടാ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെണ്ടി? പേടിപ്പിക്കല്ലേ ചേട്ടാ. ഈ കോളേജ് ചേരാൻ നിങ്ങളെക്കാൾ 1-2 വർഷം വൈകി എന്ന വ്യത്യാസം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. സീനിയേഴ്സിനോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. അതാണ് പറഞ്ഞത്. സീനിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കൊമ്പൊന്നും ഇല്ലെന്ന്. അടുത്ത വർഷം ഞങ്ങളും ആവും സാർ ഈ പറയുന്ന മഹാത്ഭുതം. വരട്ടാതെ. നീ രണ്ടും കെട്ടിച്ചാണ്? വേണമെങ്കിലാണ്. സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് പൃഷ്ഠം കുലുക്കി നടന്നിട്ട് യാതൊരു കാര്യമില്ല ചേട്ടാ. നിങ്ങൾ വേറെ 3 പേരേ ഉള്ളൂ. ഞങ്ങളിത് ഇത്രയും പേരുണ്ട്. പിന്നെ ഇവനും. നിങ്ങളൊന്ന് തോറ്റൂന്ന് വെക്കേ. പിന്നെ സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് ഈ താടിയും വേഷം വെച്ച് നടക്കാനൊക്കൂ? എന്തു പറയുന്നു ചേട്ടന്മാരെ? വേണോ നമ്മൾ തമ്മിൽ? തിരിച്ചു പോയാൽ മാനം പോയില്ല. നമ്മൾ ഇത്രയും പേരെ വിവരം അറിയുള്ളൂ. ചേട്ടന്മാര് ചെല്ല്. റാഗിംഗ് ഒക്കെ ആയിക്കോ ഒരു രസത്തിന്. പക്ഷെ മര്യാദ വിട്ടുള്ള കളി വേണ്ട. എല്ലാവരും ആ പാവം വിഷ്ണു നമ്പൂതിരി അല്ല. തോന്നിവാസം സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വടാ പോവാം.
കണ്ണാ அப்பா என்ன இது திடீர்னு ஒரு முன்னறிவிப்பும் இல்லாம? നിനക്കൊരു പ്ലസന്റ് സർപ്രൈസ് ആവട്ടെ എന്ന് എഴുതി. നീ ഇപ്പടി இருக்க? சௌக்கியம். ഇത് എന്നോട് അപ്പാവാക്കും. സോറി, മൈ ഫാദർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം. ഇതെന്റെ റൂംമേറ്റ്സ് ശ്യാം, വർഗീസ്. ആൻഡ് ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ് റഹീം, മോഹൻ. ഹലോ. വാ. Come on. വർഗീസേ, ബാക്കിയുള്ളവരെ കൂടെ വിളിക്കേ. ഒരു മറ്റൊന്നും വരാൻ പോണില്ല. അതിന് ചുണ്ണലെടുത്ത് നീ ജനിച്ചു പറഞ്ഞോടാ. ജൂനിയേഴ്സ് നീ സംഘടിപ്പിക്കാനടാ. എവിടാ നിന്നെ ആരാധകര്? വലിയ ഹീറോ അല്ലേ? പട്ടിയില്ലടാ അതിനെ രക്ഷിക്കാൻ. സീനിയേഴ്സെ കണ്ട നിനക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല അല്ലേ?